ഇവിടെയൊക്കെ ഇത് എന്തുപറ്റി? ഒരു ജനങ്ങളെയും എവിടെയും കാണുന്നില്ലല്ലോ. എല്ലാ കടകമ്പോളങ്ങളും അടഞ്ഞു കിടക്കുന്നു. ആരോടാ ഇതൊന്ന് ചോദിക്കുക? ആ കാണുന്ന വീട്ടിൽ ഒരു ചെറിയ കുട്ടി കളിക്കുന്നതായിട്ടല്ലേ കാണുന്നത്. അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കാം. മകളെ, ഓണാശംസകൾ. നമസ്കാരം. നമസ്കാരം. അയ്യോ, മാവേലിയുടെ മാസ്ക് എവിടെ പോയി? മാസ്കോ? അതെന്താണ്? ഇപ്പോ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോ മാവേലി ഒന്നും അറിഞ്ഞില്ലേ? കേരളം മുഴുവൻ ഇപ്പൊ കൊറോണ അല്ലേ? എന്താണ് ഈ കൊറോണ? ഇതൊരു പകർച്ചവ്യാധിയാണ്. ഇത് മനുഷ്യന്റെ ജീവനെയും ജീവിത മാർഗങ്ങളെയും നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊരു പ്രതിവിധി ഒന്നും തന്നെ ഇല്ലേ? ഉണ്ടല്ലോ. സാമൂഹ്യ അകലം പാലിച്ചും നേരായ രീതിയിൽ മാസ്ക് ധരിച്ചും കൈകൾ വൃത്തിയാക്കിയും ഒരു പരിധിവരെ നിയന്ത്രിക്കാമെങ്കിലും എല്ലാവരും ഇനി വാക്സിൻ എടുത്തേ മതിയാകൂ. ഇത് എവിടെ നിന്നാണ് ലഭ്യമാകുന്നത്? നമ്മുടെ ഗവൺമെന്റ് ഇത് സൗജന്യമായി നൽകുന്നുണ്ട്. ഒന്ന് കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാവേലി തൽക്കാലം ഈ മാസ്ക് വെച്ചോളൂ. ഭവതി, വളരെയധികം നന്ദി. ഇനി നാമും നമ്മുടെ പ്രജകൾക്ക് വേണ്ടി വാക്സിൻ എടുക്കാൻ പോവുകയാണ്. ഭവതി പറഞ്ഞ വാക്സിൻ കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നാം അല്പം വൈകിപ്പോയോ? ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ. വേഗം പോയി വരിയിൽ നിന്നേക്കാം. സുഹൃത്തെ, എപ്പോഴാണ് ഇത് കൊടുക്കുന്നത്? അധികം വൈകില്ല, വേഗം തന്നെ കൊടുക്കുന്നതാണ്. കുപ്പിയിലാണോ വാക്സിൻ കൊടുക്കുന്നത്? വാക്സിനോ? ആഹാ, ഇതൊരു മാവേലിയും. താങ്കൾ എന്തിനാ അവിടെ നിൽക്കുന്നേ? നാം വാക്സിൻ എടുക്കാൻ വന്നതാ. അതിന് വാക്സിൻ ഇവിടെയല്ലല്ലോ കിട്ടുക, ഇവിടെ മദ്യല്ലേ കിട്ടുക. എന്നിട്ടാണോ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്? നിങ്ങളൊക്കെ വാക്സിൻ എടുത്തവരാണോ? ഞങ്ങളൊന്നും വാക്സിൻ എടുത്തിട്ടില്ല. എന്തായാലും മാവേലി പോയി രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാ. എന്നാൽ അടുത്ത തവണ ആകുമ്പോഴേക്കിനും വാക്സിൻ കിട്ടും. ഓ, അങ്ങനെയാണോ? ഹലോ, താങ്കൾ എങ്ങോട്ടായി പോകുന്നത്? നാം നമ്മുടെ ജനങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ്. ജനങ്ങളെ കാണാനാണെങ്കിൽ ഇവിടെ നിന്ന് കാര്യമില്ല. ഇതൊരു കണ്ടെയ്ൻമെന്റ് സോണാണ്, അതായത് നിയന്ത്രിത മേഖല. അതുകൊണ്ട് അനാവശ്യമായി ഇറങ്ങി നടക്കുന്നവർക്കെതിരെ കർശനമായ ഫൈൻ ഈടാക്കേണ്ടി വരും. അതുകൊണ്ട് താങ്കളും ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. 2000 അടച്ചിട്ട് ഇവിടുന്ന് പോയിക്കോളൂ. എങ്ങോട്ട് തിരിഞ്ഞാലും ഫൈൻ കിട്ടുന്ന കാലമായി കഴിഞ്ഞോ ഇപ്പോൾ? എന്നിട്ടാണോ ജനങ്ങൾ മദ്യശാലയ്ക്ക് മുന്നിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്? ജനങ്ങളും വ്യാപാരികളുമെല്ലാം അവരുടെ ജീവിതമാർഗങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ മദ്യശാലകൾക്ക് മുന്നിൽ ഈ തിരക്ക് അനുവദിച്ചു കൊടുക്കുന്നത് ശോഭനീയമാണോ? അത് അടച്ചുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം കേരളത്തിൽ ഇന്ന് പിടിച്ചു നിർത്തുന്നത് ആ നല്ലവരായ ജനങ്ങളാണ്. ജനങ്ങൾക്ക് ഓണം വന്നാലും മറ്റെന്ത് ആഘോഷം വന്നാലും ഇനി ആപത്ത് വന്നാലും മദ്യം കൂടിയേ തീരൂ എന്ന ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ മദ്യമല്ല വേണ്ടത്, മരുന്നാണ് വേണ്ടത്. എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളെ ബന്ദികളാക്കാൻ സാധിക്കും? ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? അതിന് ഒറ്റ മാർഗമാണുള്ളത്. എല്ലാവരും തന്നെ വാക്സിൻ എടുക്കുക. അതിനുവേണ്ടി ജനങ്ങളെ ഭരണാധികാരികൾ പ്രാപ്തരാക്കുക. ഈ ആത്മാർത്ഥത അവിടെയാണ് വേണ്ടത്. അങ്ങനെ ഇവിടെ ഒരു വലിയ വാക്സിൻ യജ്ഞം നടക്കട്ടെ. അതിലൂടെ വീണ്ടും നല്ലൊരു ഓണപ്പുലരി ഉദയം കൊള്ളുമെന്ന് നാം പ്രത്യാശിക്കുന്നു. നമ്മൾ പറഞ്ഞ കാർട്ടൂൺ ആപ്ലിക്കേഷൻ്റെ പേര് ക്ലിപ്പ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളാണ്. പുതിയൊരു വർക്ക് എടുക്കുന്നതിന് വേണ്ടി ഇതിലെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇനി പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇതിൽ കുറച്ച് ഇൻബിൽഡായിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോയ്സ് അനുസരിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം.
ഒരു HD റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. അടുത്തതായി FPS സെറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് FPS സെറ്റ് ചെയ്യുന്നത്. ഫ്രെയിമുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോ വളരെ സ്മൂത്തായിട്ട് തോന്നും. ഫ്രെയിമിൻ്റെ എണ്ണം കുറയുമ്പോൾ അതൊരു സ്റ്റക്കായിട്ടുള്ള ഫീലിംഗാണ് വരിക, ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. ഇവിടെ ഇപ്പോൾ നോർമലായിട്ട് ഒരു 12 FPS ആണ് കൊടുക്കുന്നത്. ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ നമുക്ക് പെൻസിൽ, ബ്രഷ്, സ്കെച്ച്, പെന്ന് മുതലായ ടൂൾസുകൾ ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കാവുന്നതാണ്. ഏത് ടൂൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ തൊട്ടടുത്തുള്ള കളർ ബാറിൽ പോയി ഏത് നിറം വേണമെന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. വരച്ച ചിത്രങ്ങൾ മായ്ക്കുന്നതിന് വേണ്ടി ഇറേസർ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഡെപ്ത് കൂട്ടാനും കുറയ്ക്കുന്നതിനും ഇതിൽ സാധിക്കുന്നതാണ്. ഇനി ക്രോപ്പിംഗ് ടൂളാണ് പരിചയപ്പെടുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ചിത്രത്തെ മൂവ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ ഈ ടൂൾ കൊണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു പിക്ചറിനെ കോപ്പി ചെയ്തുകൊണ്ട് രണ്ടാക്കി മാറ്റുന്നതിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചിത്രങ്ങൾക്ക് നിറങ്ങൾ ഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ടൂൾ ഉപയോഗിക്കാം. ആവശ്യമായ നിറങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ചിത്രത്തിന് ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ടൂൾ ഉപയോഗിച്ച് ടൈറ്റിലുകൾ നൽകാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രത്യേകത നമുക്ക് ഇതിൽ 3 ലെയറുകളാക്കി ചിത്രങ്ങൾ വരയ്ക്കാം എന്നുള്ളതാണ്. കൂടുതൽ ലെയറുകൾ ഉപയോഗിക്കണമെങ്കിൽ പെയ്ഡ് ചെയ്യേണ്ടി വരും. ലെയറുകളായി ചിത്രം വരയ്ക്കുന്നതിലൂടെ ചിത്രങ്ങൾ വളരെ എളുപ്പത്തിൽ വരയ്ക്കാനും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഡാമേജ് വരാത്ത രീതിയിൽ ഭാഗങ്ങളായി എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രധാനപ്പെട്ട ടൂളുകളാണ് പറഞ്ഞത്. ഇനി അവ ഉപയോഗിച്ച് ഒരു കാർട്ടൂൺ നിർമ്മിച്ച് നോക്കാം. കുറേ ഫ്രെയിമുകൾ ചേർന്നാണ് ഒരു ചലിക്കുന്ന ചിത്രമായി മാറുന്നത്. അതായത് വളരെ സിമ്പിളായി കാണിക്കുകയാണെങ്കിൽ ഈ ഓരോ വൃത്തങ്ങളും ഓരോ ഫ്രെയിമുകളാണ്. ഈ ഓരോ ഫ്രെയിമുകളിലും വ്യത്യസ്തമായ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. ഈ ചിത്രങ്ങൾ ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോഴാണ് ഇത് ചലിക്കുന്ന ഒരു ചിത്രമായി മാറുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രെയിമുകൾ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് കൂടുതൽ നന്നായി കാണാൻ കഴിയും. ഇനി അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വളരെ സ്മൂത്തായി ചലിക്കുന്നതായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മുകളിലുള്ള ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് മേക്ക് മൂവീസ് കൊടുത്താൽ നമ്മുടെ വീഡിയോസ് നമുക്ക് സേവ് ചെയ്യാം.